പാർക്കിൻസൺസ് രോഗത്തിനുള്ള അത്യാധുനിക ചികിത്സാ രീതിയായ DBSനെ കുറിച്ച് പൊതുസമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാൻ ദേശീയ സെമിനാറിനൊരുങ്ങി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ന്യൂറോ ആൻഡ് DBS അലയൻസിന്റെ രാജ്യത്തെ ആദ്യ ദേശീയ സമ്മേളനത്തിനാണ് കണ്ണൂർ സാക്ഷ്യം വഹിക്കുക. മെയ് 2-ന് കണ്ണൂർ പുതിയ തെരുവിലെ മാഗ്നറ്റ് ഹോട്ടലിൽ നടക്കുന്ന സെമിനാർ BMH നോർത്ത് കേരള ക്ലസ്റ്റർ CEO ദിലീപ് മുണ്ടയാടൻ ഉദ്ഘാടനം ചെയ്യും. പാർക്കിൻസൺസ് രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഈ മേഖലയിലെ നൂതന മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് DBS അലയൻസിന്റെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ദേശീയ സമ്മേളനം കണ്ണൂരിൽ ഒരുക്കിയത്. മെയ് 2-ന് കണ്ണൂർ പുതിയ തെരുവിലെ മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ മേഖലയിലെ വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കുമെന്ന് ഓർഗനൈസിംഗ് ചെയർമാനും കണ്ണൂർ BMH പാർക്കിൻസൺസ് ആൻഡ് DBS സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സുജിത് ഓവലത്ത് പറഞ്ഞു. ഈ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നുള്ളത് കേരളത്തിൽ പ്രൈവറ്റിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. ആദ്യമായിട്ട് കൊച്ചി ആസ്ട്രലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ആസ്ട്രം മിംസ് കാലിക്കറ്റിലോട്ട് മൂവ് ചെയ്തു. അവിടെ ഏകദേശം 34ഓളം സർജറികൾ ചെയ്തു. അതിൽ പിന്നെ ഇതേ സർജറി ഞങ്ങൾ ബേബി മെമ്മോറിയൽ, ഇപ്പോൾ ഞാൻ ബേബി മെമ്മോറിയലായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇവിടെയും ഒരു 10ഓളം സർജറികൾ ചെയ്തു. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് മരുന്നുകൾ ഫലപ്രദമല്ലാതെ വരുന്ന പാർക്കിൻസൺ രോഗികൾക്കുള്ള ഒരു ചികിത്സയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ഈ പാർക്കിൻസണിൽ മാത്രമല്ല മറ്റ് പല അസുഖങ്ങളിലും ട്രമർ, ഡിസ്റ്റോണിയ, പലതരം അസുഖങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ സാധാരണ ഡോക്ടർമാരുടെ ഇടയിൽ അവയർനെസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു ദേശീയ തലത്തിൽ DBS ചെയ്യുന്ന കുറേ ഡോക്ടർമാരുണ്ട്. അവരെയൊക്കെ കൂടി സംഘടിപ്പിച്ചിട്ട് ഒരു നാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യും. അതിൻ്റെ പേര് ന്യൂറോ ആൻഡ് DBS അലയൻസ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് മീറ്റാണ് ഞങ്ങൾ കണ്ണൂരിൽ മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ചെയ്യുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ എയിംസ് ഉൾപ്പെടെയുള്ള പ്രമുഖ ന്യൂറോളജിസ്റ്റുകൾ, ന്യൂറോ സർജന്മാർ, ഗവേഷകർ, ടെക്നീഷ്യന്മാർ എന്നിവർ പങ്കെടുക്കുന്ന കോൺഫറൻസാണ് കണ്ണൂരിൽ നടക്കുക. പാർക്കിൻസൺസ് രോഗനിർണയത്തിലെ പുരോഗതി, ചികിത്സ നേരിടുന്ന വെല്ലുവിളികൾ, ന്യൂറോ മോഡുലേഷൻ തെറാപ്പിയിലെ പുതിയ ദിശകൾ എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന നാഡീ സംബന്ധമായ അസുഖങ്ങൾ പ്രതിരോധിക്കുന്നതിനും ഈ മേഖലയിലെ നൂതന ചികിത്സാരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് സമ്മേളനം. വിദഗ്ധർ നയിക്കുന്ന സെഷനുകൾ, പാനൽ ചർച്ചകൾ, ഇന്ററാക്റ്റീവ് ഫോറങ്ങൾ എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. DBS സർജറിയുടെ പരിണാമം, പാർക്കിൻസൺസ് ചികിത്സയിലെ മെഡിക്കൽ മാനേജ്മെന്റ്, സ്പൈനൽ കോഡ് സ്റ്റിമുലേഷൻ, ബോട്ടുണിസം, ടോക്സിൻ തെറാപ്പി, എപ്പോഫോർമിൻ പമ്പുകൾ, അഡാപ്റ്റീവ് DBS തുടങ്ങി വിശദമായ ക്ലാസുകൾ സെമിനാറിൽ ഉണ്ടാകും. പാർക്കിൻസൺസിന് ഇന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും നൂതനമായ ചികിത്സയാണ് DBS എന്നും ഡോക്ടർ സുജിത് ഓവലത്ത് പറഞ്ഞു. ഈ ചികിത്സാരീതിയുടെ ഗുണങ്ങൾ സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BMH ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് മുൻകൈ എടുത്തതെന്നും ഡോക്ടർ സുജിത് വ്യക്തമാക്കി. BMHലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ KT സുഹാസ്, ബിസിനസ് ഡെവലപ്മെന്റ് AGM മനോജ് GM എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.